ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റേ ഈസി, മോഡറേറ്റ്, ഹാർഡ് 3 ലെവലിലാണ്, 3 കാറ്റഗറിയിലാണ് UGC നെറ്റിൻ്റെ ഫസ്റ്റ് പേപ്പർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈസി എന്ന് പറയുന്ന കാറ്റഗറിയിലെ ഫസ്റ്റ് ടോപ്പിക്സ് നമുക്ക് ഇന്ന് ഇപ്പോൾ കവർ ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ടീച്ചിങ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. അത് എങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിക്കണം, ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, അതായത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചർ, ഒബ്ജക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് റിക്വയർമെൻറ്റ്സ്, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണർ, ദെൻ ടീച്ചിങ് എയ്ഡ്സ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ സിസ്റ്റം, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഓക്കെ, സോ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നേച്ചർ. അപ്പം എന്താണ് ഒരു ടീച്ചിങ്ങിൻ്റെ നേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയാണ്, ഇൻറ്ററാക്റ്റീവ് ആക്ടിവിറ്റിയാണ്, ദെൻ ഒരു സയൻസ് ആൻഡ് ആർട്ടാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ടാണ്. അതായത് എന്താണ് ടീച്ചിങ്ങിനായിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറേ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് എന്താണുള്ള പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു സയൻസും ഒരു ആർട്ടെന്നും പറയുന്നത്. അതുമാതിരി തന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫംഗ്ഷനാണ്. അത് ഓരോ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഓരോ കുട്ടിയും ഡിഫറൻ്റ് ആണ്. ആ ലെവലിൽ ഇറങ്ങിച്ചെന്ന് ആ കുട്ടീനെ പഠിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നേച്ചറായിട്ട് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാർട്ട് നോളജ് ഇമ്പാർട്ട് ചെയ്യുക, ഡെവലപ്പ് സ്കിൽസ്, അതായത് കുട്ടികളുടെ സ്കിൽസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുക. അതായത് ഒരു കുട്ടിയുടെ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ടീച്ചറാണ്, ടീച്ചിങ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണറാണ്. ഒരു ലേണറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് വന്നിട്ട് അയാളുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, ദെൻ പ്രയർ എക്സ്പീരിയൻസ്, അതായത് മുന്നേ ഒരു പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, അതൊക്കെ ഒരു കുട്ടിയുടെ എന്താവും മീൻസ് ലേണിംഗ് സ്കിൽസിനെ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടും പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണേഴ്സ്, ഇത് രണ്ടുമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണറിനകത്ത് വരുന്നത്. ദെൻ പിന്നെ വരുന്നത് ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഫാക്ടേഴ്സാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഒരു ടീച്ചറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോളജ് ഉണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ദെൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ദെൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ടീച്ചറിന് ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഏരിയയിൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ മീൻസ് ഡൈനാമിക്കായിട്ട് വരുന്ന ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മീൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുമാതിരി തന്നെ എപ്പോഴും ഒരു ടീച്ചർ എന്തായിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനായിട്ട് ഉള്ളത്. ഒരു ലേണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലേണർ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ റെഡി ആയിരിക്കും. ഓക്കെ, അപ്പം ആ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ലേണറിനുള്ളത്. ഒരു ലേണർ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും, ആസ്ക് ക്വസ്റ്റ്യൻസ് എവറി ടൈം. ഓക്കെ, ഇപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലേണറിനകത്ത് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഒരു കുട്ടീനെ ടീച്ച് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്കഷനിൽ കൂടെ ടീച്ച് ചെയ്യാൻ പറ്റും, ഡിമോൺസ്ട്രേഷനിൽ കൂടെ ടീച്ച് ചെയ്യാൻ പറ്റും, ദെൻ പ്രോജക്റ്റ് മെത്തേഡിൽ കൂടെ ടീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസ്കഷൻ വന്നാലും അതുമാതിരി തന്നെ ഡിമോൺസ്ട്രേഷൻ ആണെങ്കിലും പ്രോജക്റ്റ് മെത്തേഡിൽ കൂടെ ആണെങ്കിലും നമുക്ക് ഒരു കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റും, ടീച്ച് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ് ഉള്ളത്, അതായത് ടീച്ചിങ് എയ്ഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ്, ഇതിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് ആണ് നമുക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്വൽ ടൂൾസ് ഉണ്ട്, ഇൻട്രാക്റ്റീവ് ടൂൾസ് ഉണ്ട്, ആൻഡ് അതർ ടൂൾസ് ഉണ്ട്. വിഷ്വൽ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമേഷൻ രൂപത്തിൽ അല്ലെങ്കിൽ കുട്ടികളെ എന്തെങ്കിലും ഒരു കാര്യം വിഷ്വലായിട്ട് കാണിച്ച് പഠിപ്പിക്കുക. ദെൻ ഇൻട്രാക്റ്റീവ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ മാതിരിയൊക്കെ ഇരുന്ന് പഠിപ്പിക്കുക, അതൊക്കെ ഇൻട്രാക്റ്റീവ് സെക്ഷനകത്ത് വരുന്നത്, ഇൻട്രാക്റ്റീവ് എയ്ഡ്സിനകത്ത് വരുന്നത്. ദെൻ അതർ എയ്ഡ്സിനകത്ത് എന്തും ആകാം.
ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ട അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇവാലുവേഷൻ മെത്തഡാണ്. ഓക്കെ, ഒരു കുട്ടീനെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, ആ കുട്ടീനെ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെ ഇവാലുവേഷൻ മെത്തഡാണുള്ളതെന്ന് ചോദിച്ചാൽ 3 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ മെത്തഡാണുള്ളത്. ഒന്ന് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, FA എന്ന് പറയും. ദെൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ്, SA. ദെൻ CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ അപ്പം ഫോർമേറ്റീവ് അസസ്മെൻറ്റ് വേണം, സമ്മേറ്റീവ് അസസ്മെൻറ്റ് വേണം, ദെൻ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ വേണം. അപ്പം ഇതിൽ ഏതാണ് ആ കുട്ടിക്ക് ആവശ്യം, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് അനലൈസ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതാണ് വരുന്നത്. പിന്നെ അടുത്ത നമ്മൾ പറയേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഡൊമെയിൻസ് ആണ്. ഒരു ടീച്ചിങ്ങിൻ്റെ ഏതൊക്കെ ഡൊമെയിൻസ് ആണുള്ളത്, എന്തൊക്കെയാണ് ടീച്ചിങ്ങിനകത്ത് വരുന്ന ഒരു ഡയമെൻഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 3 ഡയമെൻഷൻസാണ് ഒരു ടീച്ചിങ് പ്രോസസ്സിനകത്ത് പറയുന്നത്, ആ കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഓക്കെ, കോഗ്നിറ്റീവ്, അഫർമേറ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് നോളജ് ഇമ്പാർട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അഫർമേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ക്യാരക്ടർ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, അതായത് കുറേ ഇമോഷൻസിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇമോഷൻസൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതൊക്കെയാണ് അഫർമേറ്റീവിനകത്ത് വരുന്നത്. ദെൻ പിന്നെ വരുന്ന 3ാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സൈക്കോമോട്ടറാണ്. അപ്പം സൈക്കോമോട്ടറിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ കുട്ടിയുടെ എല്ലാ കൺട്രോൾസ് എല്ലാം ആ കുട്ടിയുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നു, ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. അപ്പം ആ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ആ കുട്ടിയുടെ ബോഡി മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഇമ്പാർട്ടിങ്, അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്മെൻ്റ് എല്ലാം ലേണിംഗിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇത്ര ഏരിയാസിൽ നിന്നാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എന്ന് പറയുന്നത്. അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്, റീഡിങ് കോംപ്രിഹെൻഷൻ. അപ്പം ഇതും ഒരു ഈസി കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു പേപ്പറാണ്, ടോപ്പിക്കാണ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ പാസേജിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമ്മൾ ചെയ്യണം. അപ്പം അതാണ് ഈ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നതിനകത്തുള്ളത്. അപ്പം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് വൺ, ആദ്യം ആ പാസേജ് ഒരിക്കലും വായിക്കരുത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ റീഡിങ് പാസേജ് റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വായിക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻസ് വായിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും കീവേഡ്സ് ഒളിച്ച് കിടപ്പുണ്ടാവും. ഓക്കെ, ആൻസർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കീവേഡ് കാണും, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൽ നിന്ന് ആ കീവേഡ് കണ്ടുപിടിക്കുക. ദെൻ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ പാസേജ് വായിക്കുക. അപ്പം ഈ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ആ പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിൽ നിന്ന് നിങ്ങൾ പിന്നെ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം ഈ 4 സ്റ്റെപ്പിൽ കൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ ആണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വായിക്കുക, ദെൻ അതിലെ കീവേഡ്സ് മാർക്ക് ചെയ്യുക, ദെൻ രണ്ടാമത് ചെയ്യേണ്ടത് ആ പാസേജ് വായിക്കുക, ദെൻ മൂന്നാമത് ആ പാസേജിനകത്തുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക, ദെൻ നാലാമത് ചെയ്യേണ്ടത് ആ പാസേജിനകത്ത് കിടക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റീഡിങ് കോംപ്രിഹെൻഷനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എന്തൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, ബാരിയേഴ്സ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്ര ഏരിയാസിൽ നിന്നാണ് എന്ത് വരുന്നത്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്നിപ്രസൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതുമാതിരി തന്നെ കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സൽ ആണ്, കണ്ടിന്യൂസ് ആണ് ആൻഡ് ഒരു സോഷ്യൽ പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്ററിന് സെൻഡ് ചെയ്യാനായിട്ടൊരു മെസ്സേജ് ഉണ്ട്. ഈ മെസ്സേജ് എൻകോഡ് ചെയ്തിട്ട് ഒരു ചാനലിൽ കൂടെ റിസീവറിനയക്കും. റിസീവർ എന്ത് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്തിട്ടാണ് ആ മെസ്സേജ് റീഡ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് ഫീഡ്ബാക്ക് കൊടുക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എലമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. അപ്പോൾ ഈ മെസ്സേജ് ഒരു എൻകോഡിംഗ് ഫോമിലാണ് ഒരു ചാനലിൽ കൂടെ അയക്കുന്നത്. അത് റിസീവർ ഡീകോഡ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രോസസ് എന്ന് പറയുന്നത്.
ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഒരു ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ ബോട്ടം ടു അപ്പ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ ഹൊറിസോണ്ടൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഡയഗണൽ ആയിട്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ടൈപ്സിൽ തന്നെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് ഗ്രേപ്പ് വൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ഇൻഫോർമൽ ഒഫീഷ്യൽ അല്ലാത്ത ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് ഗോസിപ്സ് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്, കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നത് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷനിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വരുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ എന്ന് പറയാനായിട്ട് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഫിസിക്കൽ ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷനിൽ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. ദെൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. ദെൻ ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഫാക്ടറാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് നല്ല രീതിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ പിന്നെ വരുന്ന ടെക്നിക്കൽ ജാർഗൺ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡീഫോൾട്ട്സ് മിസ്റ്റേക്സ് ഒക്കെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കട്ടാവാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ മീൻസ് പകുതി വെച്ച് കട്ടായിട്ടൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ നോക്കാനുള്ള അടുത്ത ടോപ്പിക് ഏരിയ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ആണ്, രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്ന് കോഗ്നറ്റീവ് കമ്മ്യൂണിക്കേഷൻ, ദെൻ എഡ്യൂട്ടൈൻമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോഗ്നറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് അക്വയറിങ് നോളജ്. ഇപ്പോൾ നോളജ് അക്വയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എഡ്യൂട്ടൈൻമെന്റ്. ഓക്കെ, അപ്പം എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ എഡ്യൂക്കേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കണം അതിനകത്ത് വേണ്ടത്. അപ്പം ആ കോൺസെപ്റ്റാണ് എഡ്യൂട്ടൈൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് വരുന്നത്, ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇത്ര ഏരിയാസാണ് കമ്മ്യൂണിക്കേഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത ഏരിയ എന്ന് പറയുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്, ICT എന്ന് പറയും. അപ്പം ICT എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ICTയുടെ മീനിങ് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, യൂസേഴ്സ്, ദെൻ ജനറൽ അബ്രിവേഷൻസ് ആൻഡ് ടെർമിനോളജീസ്, ദെൻ ബേസിക്സ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് ഇമെയിലിംഗ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പ് ഏരിയാസിൽ നിന്നാണ് ICT എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കോൺസെപ്റ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കമ്പ്യൂട്ടറിൻ്റെ എല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, എല്ലാവരും കമ്പ്യൂട്ടറിനെ കൊച്ചു ക്ലാസ്സിൽ മുതൽ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ബേസിക് ആയിട്ടുള്ള നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്, കൂടുതലായിട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറിൻ്റെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് CPU ആണ്. അപ്പം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ അതിന് രണ്ട് പാർട്സാണ് വരുന്നത്, ഒന്ന് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റും ഒന്ന് കൺട്രോൾ യൂണിറ്റും. ദെൻ അതുപോലെ തന്നെയാണ് മെമ്മറി. അപ്പം കമ്പ്യൂട്ടറിന് മെമ്മറി ഉണ്ട്. കമ്പ്യൂട്ടർ മാത്രമല്ല ഇപ്പം നമ്മൾ ഫോൺസ് ആണെങ്കിലും ഇപ്പം എല്ലാം നമ്മൾ കൊച്ചു കുട്ടികൾ വരെ ഇപ്പോൾ പറയുന്നത് ഇപ്പം ഒരു 4GB ഫോൺ വേണം, 4GB റാമിൻ്റെ ഫോൺ വേണം, 6GB റാമിൻ്റെ ഫോൺ വേണം, 12GB റാമിൻ്റെ ഫോൺ വേണം, അങ്ങനെയുള്ള പറയുന്നത്. അപ്പം ഈ റാം, റോം, ക്യാഷ് എന്നൊക്കെ പറയുന്ന മെമ്മറീസ്, അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ നോക്കി വെച്ചേക്കുക. ദെൻ പിന്നെ വരുന്നത് പെരിഫറൽ ഡിവൈസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്. ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ കമ്പോണൻസ് ആണ്, ഒരു കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമുക്ക് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ദെൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് അതായത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനാണ്, ആ ഹാർഡ്വെയർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള മീൻസ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ദെൻ പിന്നെ വരുന്നത് നെറ്റ്വർക്ക്സ് ആണ്. അപ്പം ഇൻ്റർനെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് നെറ്റ്വർക്ക്സ്. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് PAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN, ദെൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് MAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN. അപ്പം അങ്ങനെ 4 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് വരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഒരു സിറ്റുവേഷൻ വന്നിട്ട് അവിടെ ഏത് മീൻസ് നെറ്റ്വർക്കാണ് സ്യൂട്ടബിൾ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാമെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത വരുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്, മെഷീൻ ലാംഗ്വേജ് ആണ്, ലോ ലെവൽ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിനകത്ത് വരുന്നത്. അത് കംപ്രൈസ് ചെയ്യുന്നത് സീറോസ് ആൻഡ് വൺസ് വഴിയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്
ബൈനറി ലാംഗ്വേജ് ആണ്, സീറോസ് ആൻഡ് വൺസ് വെച്ചാണ് മീൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ എന്താണ് ഇതിലോട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും എന്താ ആ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും ഈ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. ദെൻ സ്റ്റോറേജ് ഡിവൈസസ്, എന്താണ് സ്റ്റോറേജ് ഡിവൈസസ്, അവർ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം, ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കി വെച്ചേക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അതായത് എല്ലാവർക്കും മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സംഭവം അറിയാമായിരിക്കും. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഫയൽ എക്സ്റ്റൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അപ്പം മൈക്രോസോഫ്റ്റ് വേർഡ് സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന .docs എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്താണ്. അതുപോലെ തന്നെ പവർ പോയിന്റ് ആണെങ്കിലും .ppt എന്നാണ്, PDF എന്ന് പറയുന്ന ഇതിലാണ്. അപ്പം അങ്ങനെ ഒരുപാട് എന്താണ് ഫയൽ എക്സ്റ്റൻഷൻസ് വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കും. ഇപ്പം ഒരു പിക്ചർ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ഏതാണ്, .jpg അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കുറേ ഇമേജ് ഫോർമാറ്റ്സ് ഉണ്ട്, അതൊക്കെ നോക്കി വെച്ചേക്കുക. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ്, അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നൊക്കെയാണ് ഈ ICT എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് EC കാറ്റഗറിക്കകത്ത് പെടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ കോംപ്രിഹെൻഷൻ നോക്കി, കമ്മ്യൂണിക്കേഷൻ നോക്കി, ദെൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇപ്പോൾ ഇത്രയാണ് EC കാറ്റഗറിക്കകത്ത് വരുന്നത്.